മിഥില, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് എത്തുകയാണ്. അപ്പോൾ ഓരോ ജില്ലകളിലായിട്ട് അദ്ദേഹം സംവദിക്കുന്നുണ്ട്, പല കാര്യങ്ങളിലും പ്രതികരണം അറിയിക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രി ഇന്ന് ജില്ലയിലുണ്ട് എന്നത് തന്നെയാണ് കോഴിക്കോട് നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത്. രാവിലെ 11 മണിക്കാണ് അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടി. പ്രസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരുമായി അദ്ദേഹം സംവദിക്കും. നമുക്കറിയാം, ഈ ഒരു സംവാദ പരിപാടി എന്നത് കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇവിടെ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീട് വൈകിട്ട് 4 മണിക്കാണ് അദ്ദേഹത്തിന്റെ പൊതുപരിപാടിയുള്ളത്. LDF കൺവെൻഷനാണ്, റാലിയാണ്. ആ റാലിയിലും അദ്ദേഹം സംസാരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിലെല്ലാം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കോഴിക്കോട്ടെ ഒരു പ്രത്യേകത എന്നത് മലബാറിനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ഒരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളതും മലബാറിന്റെ മണ്ണിൽ വെച്ചാണ്. ഇന്ന് വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന ഈ LDF റാലിയിലും സമാനമായ രീതിയിലുള്ള വിമർശനം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെല്ലാം ഉയർന്നു വന്ന ആരോപണവും എല്ലാം തന്നെ ഇത്തരം വിഷയങ്ങളെല്ലാം. ഏറ്റവും പ്രധാനം എന്നത് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉള്ള മാധ്യമപ്രവർത്തകരുമായുള്ള സംവാദമാണ്. നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ നിലവിലുള്ള എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, BJP സംസ്ഥാന അധ്യക്ഷനും ഇന്ന് ജില്ലയിലുണ്ട് എന്നുള്ളതാണ്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.